കർണാടകയിലെ മാംഗ്ലൂരിൽ 3 സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നേരെ ആസിഡ് ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂൾ ഹാളിലേക്ക് കയറുന്നതിനിടെയായിരുന്നു പെൺകുട്ടികൾക്ക് നേരെ പ്രതി ആസിഡ് എറിഞ്ഞത്. ദക്ഷിണ കന്നഡയിലെ കഡബ താലൂക്കിലാണ് ഈ ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. MBA വിദ്യാർത്ഥിയും മലയാളിയുമായ അബീനാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞതായാണ് പോലീസ് പറയുന്നത്. കഡബ പോലീസ് 23-കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെക്കൻഡറി PUC വിദ്യാർത്ഥിനികളായ പെൺകുട്ടികൾ സ്കൂൾ ബാൽക്കണിയിൽ നിന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു ദാരുണ സംഭവം നടന്നത്. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിനിടെ മുഖം മൂടിയും തൊപ്പിയും ധരിച്ചെത്തിയ പ്രതി ആസിഡ് എറിയുകയായിരുന്നു. പൊള്ളലേറ്റ 3 സ്കൂൾ വിദ്യാർത്ഥിനികളും ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എല്ലാവരുടെയും മുഖത്ത് സാരമായ മുറിവും ഏറ്റിട്ടുണ്ട്. കൂടുതൽ പരിചരണത്തിനായി ഇവരെ മംഗളൂരിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെ 11-12 ക്ലാസ്സുകളെയാണ് പ്രീ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ ഒരു യുവതിക്ക് നേരെ അക്രമി ആസിഡ് ആക്രമണവും നടത്തിയിരുന്നു. യുവതിയുടെ കഴുത്തിൽ ആസിഡ് എറിഞ്ഞു എന്നാണ് ഡൽഹി പോലീസിന് ലഭിച്ച പരാതി. 35-കാരിയുടെ കഴുത്തിലും കയ്യിലും അന്ന് പൊള്ളലേൽക്കുകയും ചെയ്തു. വസ്ത്രങ്ങളും നശിച്ചിരുന്നു. രാജ്യ തലസ്ഥാനത്തെ ഭാരത് നഗർ പോലീസ് സ്റ്റേഷനിലാണ് യുവതി അന്ന് പരാതി നൽകിയത്. മാർക്കറ്റിൽ തന്റെ കട തുറക്കുന്നതിനിടെ അജ്ഞാതനായ ഒരാൾ രാസവസ്തു എറിഞ്ഞു എന്നാണ് ഇരയുടെ പരാതിയിൽ പറഞ്ഞത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 2022 ഡിസംബറിൽ മോഹൻ ഗാർഡൻ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 17 വയസ്സുള്ള പെൺകുട്ടിയെ ബൈക്കിലെത്തിയ 2 പേർ ആസിഡ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു. സംഭവത്തിലെ ഇര ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സഹോദരിക്കൊപ്പം പോകവെയായിരുന്നു അന്ന് വിദ്യാർത്ഥിക്കെതിരെ ആസിഡ് ആക്രമണം നടന്നത്.